പടം നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. പക്ഷേ നമ്മളൊരു എൻഗേജിംഗ് ആയിട്ട് പോകുന്നൊരു സംഭവം ഉണ്ടല്ലോ, സ്പീഡായിട്ട് പോകും. നമുക്ക് ഭയങ്കര സ്ലോ പേസിലാണ് പടം പോകുന്നത്. നമുക്ക് അങ്ങനെ തോന്നും. പക്ഷേ വിഷ്വലൊക്കെ വീട്ടിൽ കാണാൻ ഫസ്റ്റ് വീട്ടിൽ കാണണം. നമ്മൾ വീട്ടിൽ കാണേണ്ട മുതലുണ്ട്. പക്ഷേ ഇതാണ് നമ്മൾ വലിയൊരു ഫാസ്റ്റ് മൂവി ആയിട്ട് റിലീസ് വരെ ഇഷ്ടപ്പെട്ടോ? ഫാമിലി മൂവിയാണല്ലേ? കുട്ടികളുടെ മൂവി എന്ന രീതിക്ക് നമുക്ക് കണ്ടുപിടിക്കാം. കുട്ടികളുടെ പടമാണ്. പിന്നെ മേക്കിംഗ് അടിപൊളിയാണ്. ഡയറക്ഷനൊക്കെ നൈസാണ്. നമുക്ക് വിഷ്വലൊക്കെ നല്ല നൈസാണ്. 3D എഫക്റ്റ് നമുക്ക് നൈസായിട്ട് ഫീൽ ചെയ്യും. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് എൻഗേജിങ് ആയിരിക്കില്ല. അതിൻ്റെ പ്രശ്നം പടം ബറോസ്. ആദ്യം തന്നെ ലാലേട്ടൻ, നമ്മുടെ മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു സംവിധായകനായിട്ട് അരങ്ങേറ്റം കുറിക്കുന്ന ഒരു ചിത്രം. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ ഒരു ചിത്രം ഭദ്രമാണ്. കുട്ടികൾക്ക് വേണ്ടി 3D എഫക്റ്റിൽ എടുത്തിരിക്കുന്ന ഈ ചിത്രം ദൃശ്യമികവും അതേപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റിയും നല്ല രീതിയിൽ തന്നെ നമ്മളെ അമ്പരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ അവധിക്കാലം തിയേറ്ററിൽ വന്ന് കുടുംബവുമൊത്ത് വന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു നല്ല ചിത്രം തന്നെയാണ്. പിന്നെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ലാലേട്ടൻ്റെ കാര്യം നമുക്ക് പറയേണ്ടതില്ല. അദ്ദേഹം മികച്ചൊരു നടൻ തന്നെയാണ് ഇന്ത്യയിൽ. അതേപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കേന്ദ്ര കഥാപാത്രമായിട്ട് ഇസബല്ല എന്ന് പറയുന്ന ആ ഒരു കുട്ടി, നല്ല ക്യാരക്ടർ ചെയ്തിരിക്കുന്ന കുട്ടി നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓരോ കഥാപാത്രങ്ങളും നല്ല രീതിയിൽ തന്നെ അദ്ദേഹം നല്ല ഹോംവർക്ക്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടീം നല്ല ഹോംവർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഓരോ കാസ്റ്റിംഗ് നടത്തിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആൻ്റണി പെരുമാവൂർ, അദ്ദേഹം നിർമ്മാതാവായ അദ്ദേഹം നല്ല രീതിയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ആർട്ടിസ്റ്റുകളും നല്ലൊരു കാസ്റ്റിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഈ അവധിക്കാലം, ഈ ക്രിസ്മസ് ന്യൂ ഇയർ അവധിക്കാലം ആഘോഷിക്കാൻ പറ്റിയ നല്ലൊരു 3D അനുഭവം കിട്ടുന്ന നല്ലൊരു ചിത്രം തന്നെയാണ് ബറോസ്. കാരണം വെച്ചാൽ നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോൾ പറഞ്ഞാൽ ചില രംഗങ്ങൾ വരെ നമ്മളത് പേടിച്ചു എന്നുവെച്ചാൽ ഞെട്ടിപ്പോവും. ഇങ്ങനെ കാണുമ്പോൾ അയ്യോ എന്നുള്ള രീതിയിലായിപ്പോവും. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 2 പാട്ടുണ്ട്. ഒന്ന് ലാലേട്ടൻ പാടിയ രസമുള്ളൊരു പാട്ടുണ്ട്, പിന്നെ ഒരു ഫീമെയിൽ വോയിസ് പാട്ടുണ്ട്. പിന്നെ കലാസംവിധാനം, BGM, ക്യാമറ വർക്ക് പക്കയുണ്ട്. ഡയറക്ഷൻ്റെ കാര്യത്തിൽ വേറെ ലെവലാണ്. കാരണം ഒരുപാട് വർഷത്തെ കാത്തിരിപ്പല്ലായിരുന്നു ഈ പടം. എന്തായാലും ക്രിസ്മസിന് നമുക്ക് ലാലേട്ടൻ തന്നെ ഒരു സമ്മാനം തന്നെയാണ്. നല്ലൊരു കേക്ക് തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. കാരണം ക്രിസ്മസും പുതുവത്സരമൊക്കെ ഈ പടം തൂക്കി എന്ന് പറഞ്ഞാൽ തൂക്കി. അല്ല, മുടി വെട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രോഗ്രാംസ് വരുന്നുണ്ട്. ഞാൻ ഈ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നത് മിമിക്രി കലാകാരനാണ്. അപ്പോൾ അതിൻ്റെ രീതിയിൽ നമ്മുടെ സുമേഷ് കുട്ടിലൊക്കെ എന്ന് പറഞ്ഞ മിമിക്രി കലാകാരൻ പറഞ്ഞത് ഉണ്ടെങ്കിൽ പ്രോഗ്രാമിന് വരണ്ടെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് സുമേഷ് കുട്ടിലൊക്കെ പറഞ്ഞ് കേട്ട് ഞാൻ മുടിയും വെട്ടി. കുഴപ്പമില്ല. അതുകൊണ്ട് അത്യാവശ്യം നെഗറ്റീവ് കമൻറ്റ് വരുന്നത് പോസിറ്റീവായി മാറുന്നുണ്ട്. പണ്ട് തെറി വിളിക്കുന്ന ആൾക്കാർ ഇപ്പോൾ പോസിറ്റീവായിട്ട് തന്നെ പറഞ്ഞത്. അപ്പോൾ നല്ല ചെയ്യുമ്പോൾ ജനങ്ങൾ സപ്പോർട്ട് ഉണ്ടാവും. കോമാളിത്തരം അല്ലാണ്ട് നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഭാഗ്യമുണ്ട്. കത്തി എന്ന് പറഞ്ഞാൽ ലാലേട്ട ഗെറ്റപ്പ് അഭിനയിക്കുന്നതിനും സെക്കൻഡ് ഉണ്ടെന്ന് ചെറിയൊരു സൂചന കിട്ടി. അപ്പം എന്തായാലും വരുവാണെങ്കിൽ അതും കത്തട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പടത്തിനുണ്ട്, അത് വേറെ ലെവലായിരിക്കും. എന്തായാലും അടിപൊളി സിനിമ കേട്ടോ. കൊച്ചുകുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം ഇതുപോലൊരു മാസ്മരിക ഉള്ളൊരു മാന്ത്രിക സിനിമ നമുക്ക് കാണാൻ കിട്ടില്ല. ഗംഭീരം പടം, പാട്ടും ഗംഭീരം.